എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് തുടരുന്നത് ഹൃദയരാഗം എന്ന പ്രണയകഥയുടെ 8ാം ഭാഗമാണ്. അവൾ പോയി കഴിഞ്ഞു. എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. എങ്ങനെയാണ് എനിക്കിത്ര സ്വാർത്ഥനാവാൻ സാധിക്കുന്നത്? അവളോട് ഒരു വാക്കുപോലും ഞാൻ ചോദിച്ചില്ല. എങ്ങനെയാണ് എയർപോർട്ടിലേക്ക് പോകുന്നതെന്ന്. ആ ചോദ്യം എന്റെ മനസ്സിൽ ഒരിക്കൽ പോലും വന്നില്ല. ഞങ്ങൾ അകന്നു പോയിരിക്കുന്നു. ഒരു ജീവച്ഛവമായി ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. റൂം വെക്കേറ്റ് ചെയ്ത് എയർപോർട്ടിലേക്ക് ടാക്സി പിടിച്ചു. നാട്ടിലേക്കുള്ള ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ ഞാൻ കരയുകയായിരുന്നു. എന്റെ തെറ്റുകൾ ഓർത്ത്, അവളെ മനസ്സിലാക്കാൻ സാധിക്കാത്തതോർത്ത്, അവൾ എനിക്കൊരു സെക്കൻഡ് ചാൻസ് തരുമോ എന്നോർത്ത്. തൊട്ടടുത്ത സീറ്റുകളിൽ ഇരിക്കുന്ന ആളുകൾ എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഞാൻ കർച്ചീഫ് എടുത്ത് കണ്ണീർ തുടച്ചു. വിമാനത്തിന്റെ വിൻഡോയിലൂടെ, മേഘങ്ങൾക്കിടയിലൂടെ താഴെ മരുഭൂമിയിലേക്ക് നോക്കിയിരുന്നു. വിമാനത്തിലിരുന്നുള്ള ഉറക്കം എനിക്ക് എന്നും കഴുത്തുവേദന സമ്മാനിച്ചിട്ടേയുള്ളൂ. ഇത്തവണയും മാറ്റമില്ല. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ കോഴിക്കോട് വിമാനത്താവളം എത്താറായിരുന്നു. എയർ ഹോസ്റ്റസ്മാർ വന്ന് സീറ്റ് ബെൽറ്റ് ധരിക്കാനും സീറ്റ് പൊസിഷൻ ശരിയാക്കാനും നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. സമയം നോക്കിയപ്പോൾ 5 മണി കഴിഞ്ഞു. വാച്ചെടുത്ത് 1.5 മണിക്കൂർ മുന്നിലേക്ക് നാട്ടിലെ സമയത്തേക്ക് മാറ്റി. ലാൻഡ് ചെയ്ത് ഫോർമാലിറ്റീസ് എല്ലാം തീർത്ത് ലഗേജുമായി വിമാനത്താവളത്തിന് പുറത്തേക്ക്. പിക്ക് ചെയ്യാൻ ആരുമില്ല. ഒരു ടാക്സി വിളിച്ച് നേരെ വീട്ടിലേക്ക്. 1 മാസം മുൻപേ തന്നെ അമ്മ നാട്ടിലേക്ക് പോന്നിരുന്നു. നാട്ടിൽ സെറ്റിൽഡ് ആവാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്ക് അതേറെ സന്തോഷമായി. ഞങ്ങളുടെ ഇടവക പള്ളിയിൽ എല്ലാ ദിവസവും കുർബാന കൂടാമല്ലോ എന്ന് അമ്മ പറയുകയും ചെയ്തു. അമ്മ നാട്ടിലെത്തിയ ഉടനെ തന്നെ ആദ്യം ചെയ്ത കാര്യം അച്ഛനെ കൊണ്ട് വീട് വെഞ്ചരിപ്പിക്കുകയാണ്. പുതുതായി താമസം തുടങ്ങുന്ന പോലെ തന്നെയായിരുന്നു അമ്മയുടെ പെരുമാറ്റം. വീടിന് മുന്നിൽ ടാക്സി നിർത്തി കാശ് കൊടുത്തിറങ്ങി. ഗേറ്റ് തുറന്നകത്തേക്ക്. ഇന്റർലോക്ക് മുറ്റത്തിലൂടെ 30 മീറ്റർ നടക്കാനുണ്ട് വീട്ടിലേക്ക്. ഇരുട്ട് പടർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇരുവശത്തും മരങ്ങളും ചെടികളും. പൂച്ചെട്ടികൾ ഇടവിട്ട് വെച്ചിട്ടുണ്ട്. ഇത്രയുമൊക്കെ ചെയ്യാൻ അമ്മയ്ക്ക് എങ്ങനെ സമയം കിട്ടിയെന്ന് എനിക്ക് വല്ലാത്ത അത്ഭുതമായി. അവസാനമായി ഇവിടേക്ക് വന്നത് കഴിഞ്ഞ വർഷമാണ്. അന്നെല്ലാം അലങ്കോലമായി കിടപ്പായിരുന്നു. ഇന്ന് തൂത്തുവൃത്തിയാക്കിയ ഈ വീട് കാണുമ്പോൾ ശരിക്കും എന്റെ വീട് എന്നനുഭവപ്പെടുന്നു. ഇത്രയും കാലം മറ്റൊരു രാജ്യത്ത് അതിഥിയായി കഴിഞ്ഞതോർത്ത് എന്നോട് തന്നെ പുച്ഛം. ഫോൺ എടുത്ത് നോക്കി. ഇല്ല, നെറ്റ്വർക്ക് കാണിക്കുന്നില്ല. റോമിംഗ് ഒന്നും ആക്ടിവേറ്റഡ് അല്ല. അമ്മ പൂമുഖത്ത് തന്നെ ഉണ്ടായിരുന്നു. വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ എല്ലാത്തിനും മൂളൽ മാത്രമായിരുന്നു എന്റെ മറുപടി. അതുകൊണ്ടാവാം പിന്നെ അമ്മയൊന്നും ചോദിച്ചില്ല. വീടിനകത്ത് കയറി ബാഗ് കസേരയിലേക്ക് ഇട്ടു. ഫോൺ എടുത്ത് വൈഫൈ ഓണാക്കി. ഇല്ല, കണക്റ്റ് ആവുന്നില്ല. വീണ്ടും ശ്രമിച്ചു. ഇല്ല. ഞാൻ അമ്മയെ വിളിച്ചു. അമ്മ. എന്താടാ, എന്തിനാ നീ കാർന്നേ? അമ്മേ, ഞാൻ വരുമ്പോഴേക്കും ഇന്റർനെറ്റ് ശരിയാക്കാൻ ഞാൻ പറഞ്ഞതല്ലേ. എന്താ നിങ്ങൾ ചെയ്യാഞ്ഞേ? എന്റെ ശബ്ദം ഉച്ചത്തിൽ തന്നെയായിരുന്നു. പതിവില്ലാത്ത എന്റെ പെരുമാറ്റം കണ്ട് അമ്മ അമ്പരന്നിട്ടുണ്ട്. ഒരിക്കലും ദേഷ്യപ്പെട്ട് സംസാരിക്കാത്ത മോൻ പെട്ടെന്ന് അങ്ങനെ പെരുമാറുമ്പോൾ താങ്ങാനാവില്ല. ഞാൻ വിളിച്ചിട്ട് അവർ വന്നില്ല. മോൻ വരുമ്പോൾ ശരിയാക്കിക്കോളാം എന്നല്ലേ പറഞ്ഞത്? അമ്മയുടെ കണ്ണ് ചെറുതായി നിറഞ്ഞിരുന്നു. ശരിയാ, അമ്മ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. ഞാനാണ് ഓർക്കാത്തത്. എന്റെ ചിന്തകളും ഓർമ്മകളും ഒന്നും എന്റെ വരുതിക്ക് നിൽക്കാതായിരിക്കുന്നു. ഒന്ന് മെസ്സേജ് അയക്കാനോ അവളെ വിളിക്കാനോ കഴിയാതെ എനിക്ക് ഭ്രാന്താവുമെന്ന പോലായി. ഞാനെന്തു പറഞ്ഞാലും അത് അമ്മയുടെ കരച്ചിലിൽ മാത്രമേ അവസാനിക്കൂ. ഒന്നും മിണ്ടാതെ ഞാൻ എന്റെ മുറിയിലേക്ക് പോയി. ബെഡിൽ ഞാൻ കമിഴ്ന്നു കിടന്നു. കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകി വീണ് തലയിണ നനയുന്നത് അറിയുന്നുണ്ടായിരുന്നില്ല. സോഫിയയെ ചേർത്ത് പിടിച്ച് സോറി പറഞ്ഞു. കരയണമെന്ന് എന്റെ ഹൃദയം വിങ്ങിക്കൊണ്ടിരുന്നു. പക്ഷേ അവളോട് എങ്ങനെ സംസാരിച്ചു തുടങ്ങണമെന്ന് പോലും അറിയാത്ത വീർപ്പുമുട്ടലും ഞാൻ അതേ നിമിഷം അനുഭവിക്കുന്നു. തലയിൽ തണുത്ത കരസ്പർശം അറിഞ്ഞപ്പോഴാണ് ഞാൻ കണ്ണു തുറന്നത്. അമ്മയാണ്. എന്റെ പുറകെ വന്നു. ഞാൻ കിടന്നു കരഞ്ഞപ്പോൾ എന്റെ അരികിൽ വന്നിരുന്നു. എന്താടാ പറ്റിയത്? എന്റെ മോൻ എന്തിനാ കരയുന്നത്? ഒന്നുമില്ല അമ്മ. കണ്ണു തുടച്ച് കരച്ചിലടക്കി ഞാൻ പറഞ്ഞു. അമ്മയ്ക്ക് അറിഞ്ഞൂടെ എന്റെ മോനെ? ഞാൻ അവിടുന്ന് വരുന്നതിന് മുമ്പ് തന്നെ നിനക്ക് ചില മാറ്റങ്ങൾ കണ്ടതാ. ഇന്നാ എന്റെ ഫോൺ. നീ ആരെയാണെന്ന് വെച്ചാൽ വിളിക്ക്. അമ്മയുടെ ഫോൺ എന്റെ അരികിൽ വെച്ച് അമ്മ പോയി. എന്റെ ഫോണിൽ നിന്ന് സോഫിയുടെ നമ്പർ നോക്കി അമ്മയുടെ ഫോണിൽ ഡയൽ ചെയ്തു. 2 പ്രാവശ്യം തുടർച്ചയായി വിളിച്ചിട്ടും അവൾ എടുത്തില്ല. ഞാൻ 1 തവണ കൂടി വിളിച്ചു. അവൾ എടുത്തു. ഹലോ സോഫിയ. പറയൂ, എപ്പോഴാ എത്തിയത്? പപ്പയ്ക്ക് എങ്ങനെയുണ്ട്? ഞാനിവിടെ ലഞ്ച് ടൈം ആയപ്പോഴേക്കും എത്തി. പപ്പ, ഹി ഈസ് ഓക്കെ. സോഫിയയുടെ സംസാരം വളരെ ശാന്തമായിട്ടായിരുന്നു. ഞാൻ വീട്ടിലെത്തിയതേ ഉള്ളൂ. ഇത് അമ്മയുടെ നമ്പറാണ്. പുതിയ സിം കാർഡ് എടുത്ത ശേഷം വിളിക്കാം. ഇറ്റ്സ് ഓക്കെ, ബൈ. അവൾ ഫോൺ കട്ട് ചെയ്തു. അവളുടെ ശാന്തത എന്നെ ശരിക്കും വിഷമിപ്പിച്ചു.
കാണാതിരുന്നിട്ടും സംസാരിക്കാതിരുന്നിട്ടും ഞാൻ ഓക്കെയാണ് എന്നവൾ പറയുന്നത് പോലെ അവളെ കാണാതിരുന്ന ഓരോ നിമിഷവും ഓരോ യുഗങ്ങളായി അനുഭവപ്പെടുന്ന എനിക്ക് അത് ഉൾക്കൊള്ളാനാവുന്നുണ്ടായിരുന്നില്ല. എന്റെ ഈഗോ ആണോ ഇതിനെല്ലാം കാരണം? അവളോടൊന്ന് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്നതല്ലേയുള്ളൂ എല്ലാം. ഒരു നെരിപ്പോട് പോലെ നീറി നീറി ഇല്ലാതാകണോ? മുഖം കഴുകി വസ്ത്രം മാറ്റി ഞാൻ ഡൈനിങ് ഹാളിലേക്ക് ചെന്നു. ഭക്ഷണം കഴിച്ച് അന്ന് നേരത്തെ കിടന്നു. പിറ്റേന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റു. പുറത്തേക്ക് പോകാൻ തയ്യാറെടുത്ത് ഹാളിലേക്ക് വന്നു. വീട്ടിലെ പണികളിൽ സഹായിക്കാൻ വന്ന ചേച്ചിയോട് സംസാരിച്ചു നിൽക്കുകയായിരുന്നു അമ്മ. ഞാൻ പുറത്തുപോയി വരാമെന്ന് പറഞ്ഞിറങ്ങി. പുറത്തേക്ക് പോകാനായി വാഹനമൊന്നുമില്ല. എല്ലാം ഒന്നേന്ന് തുടങ്ങണം. ഞാൻ റോഡിലേക്ക് ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ച് ടൗണിലേക്ക് ഇറങ്ങി. കാശ് കൊടുക്കാൻ നേരത്താണ് ഇന്ത്യൻ മണി ആക്കിയില്ല എന്നോർത്തത്. നേരെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യാൻ പോയി. കുറച്ച് കാശ് മാറ്റി ഓട്ടോയുടെ പൈസ കൊടുത്തു. ഒരു സിം കാർഡ് എടുക്കണം. ഇവിടുത്തെ നെറ്റ്വർക്ക് ബെറ്റർ ഏതാണെന്ന് അന്വേഷിച്ച് പുതിയ സിം ഇന്റർനാഷണൽ കാളിംഗ് പ്ലാൻ സഹിതം എടുത്തു. പെട്ടെന്ന് തന്നെ ആക്ടിവേറ്റ് ആവുമെന്ന് പറഞ്ഞതനുസരിച്ച് ഞാൻ കാത്തിരുന്നു. ആക്ടിവേറ്റായി ഉപയോഗിക്കാം എന്ന നിർദ്ദേശം ലഭിച്ചതോടെ സിം ഫോണിലേക്ക് ഇട്ടു. അല്പസമയം എടുത്തു നെറ്റ്വർക്ക് കണക്ട് ആവാൻ. ഓണായ ഉടനെ മൊബൈൽ ഡാറ്റ ഓണാക്കി. വാട്സാപ്പ് മെസ്സേജുകൾ തുടർച്ചയായി വരുന്നുണ്ട്. 1 മിനിറ്റ് കാത്തുനിന്ന ശേഷം ഞാൻ വീണ്ടും വാട്സാപ്പ് തുറന്നു നോക്കി. സോഫിയ അവിടെ എത്തിയ ഉടനെ അയച്ച മെസ്സേജ് ഉണ്ട്. എന്റെ ഫ്ലൈറ്റ് ലാൻഡ് ആയ ഉടനെ അവൾ അയച്ച എത്തിയോ എന്ന അടുത്ത മെസ്സേജുമുണ്ട്. ഞാൻ സോഫിയയുടെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ ഹലോ സോഫിയ, ഇതാണ് പുതിയ നമ്പർ. ഓക്കെ, ഞാൻ സേവ് ചെയ്യാം. ഞാൻ വിളിക്കാം. ഒരു മൂളൽ മാത്രം മറുപടി. ഞാൻ ഫോൺ കട്ട് ചെയ്തു. എന്റെ മനസ്സിൽ അവളോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ ഈഗോ ആണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും എന്റെ ഈഗോ എന്നെ അനുവദിക്കുന്നില്ല. ഒന്ന് നേരിട്ട് കണ്ടാൽ, ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരാവുന്ന പിണക്കം മറ്റേതോ തലങ്ങളിൽ എത്തിയിരിക്കുന്നു. എന്റെ ഈഗോ എത്രയോ വലുതായിരിക്കുന്നു. എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. പക്ഷേ ചെയ്യാൻ ഞാൻ ഒരുക്കമല്ല. എന്തുകൊണ്ട്? എനിക്ക് ഉത്തരമില്ല. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. നേരത്തെ കൂട്ടുകാരനെ വിളിച്ചു പറഞ്ഞത് പ്രകാരം അവൻ ബുക്ക് ചെയ്ത കാർ ഞാൻ പോയി ഡെലിവറി എടുത്തു. പുതിയ മോഡൽ റെഡ് കളർ പോളോ. സ്ഥാപനം തുടങ്ങാനായി എടുത്ത മുറി പോയി കാണാനും അതിന്റെ ഇന്റീരിയർ വർക്ക് ചെയ്യാനും ഒക്കെയായി തിരക്കായിരുന്നു പിന്നീടുള്ള ദിവസങ്ങൾ. സോഫിയയെ കൊണ്ട് ഇന്റീരിയർ ചെയ്യിപ്പിക്കണമെന്നായിരുന്നു എന്റെ ആദ്യത്തെ തീരുമാനം. പക്ഷെ അവളോടൊന്ന് സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ഞാൻ എങ്ങനെ ഇതിനു വേണ്ടി അവളെ വിളിക്കും? ഒരാഴ്ചയ്ക്കുള്ളിൽ പണിയെല്ലാം പൂർത്തിയായി. സ്റ്റാഫ് റിക്രൂട്ടിംഗ് ഇതിനിടയിൽ തന്നെ നടത്തുന്നുണ്ടായിരുന്നു. അറിയാവുന്നവരും കഴിവുള്ളവരും ഉൾപ്പെടുന്ന ഒരു കൊച്ചു ടീം. സോഫിയയുടെ കാര്യം അമ്മയോട് പറയണമെന്ന് പലകുറി ആലോചിച്ചതാണ്. സമയമാവട്ടെ എന്ന് വിചാരിച്ച് നീണ്ടുപോയി. അടുത്ത ദിവസം സോഫിയ എന്നെ വിളിച്ചു. എന്തോ തിരക്കിലായത് കാരണം ഒന്നും ഞാൻ സംസാരിച്ചില്ല. തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞ് കട്ടാക്കി. സത്യത്തിൽ എനിക്ക് അവളോടൊന്നും സംസാരിക്കാനില്ല. ഫോൺ പിടിച്ച് സംസാരിക്കാതിരിക്കാൻ വേണ്ടി എന്തിനാ? കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. മനസ്സിലുള്ളത് പറയാൻ ഞാൻ ശ്രമിച്ചെങ്കിലും വാക്കുകൾ എന്റെ ചങ്കിൽ തന്നെ തടഞ്ഞുപോയി. ഒരു വാക്കുപോലും പുറത്തു വന്നില്ല. അപ്പുറത്തും മൗനം മാത്രം. മിനിറ്റുകളോളം ഞങ്ങൾ ഫോണും പിടിച്ചു അങ്ങനെ ഇരുന്നു കാണും. എന്താ എനിക്ക് അവളോട് സംസാരിക്കാൻ പറ്റാത്തത്? മണിക്കൂറുകളോളം സംസാരിച്ചാലും മടുക്കാത്ത ഞങ്ങൾക്ക് മിനിറ്റുകൾ സംസാരിക്കാൻ പോലും വാക്കുകൾ കിട്ടുന്നില്ല. എനിക്ക് അവളെ മടുത്തോ? ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.